ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം എങ്ങനെ ചെയ്യുന്നു, നമുക്കൊക്കെ അടുത്തുകൂടാൻ പോലും കഴിയാത്ത തരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത് പലതരത്തിലാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസൻ, അനുഗ്രഹിക്കപ്പെട്ട ഒരു സംഘാടകൻ പല കോൺഫറൻസുകളും അനുഗ്രഹിക്കപ്പെട്ട നിലകളിൽ നടത്തുകയും അനേകരെ ആ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയും വളരെ തനിക്ക് ദൈവം നൽകിയിരിക്കുന്നതായ താലന്തുകൾ എനിക്ക് കേട്ടപ്പോൾ തന്നെ വളരെയധികം അഭിമാനം തോന്നി അദ്ദേഹത്തോട്. ഒരേ സമയം തന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലും ട്രാൻസ്ലേറ്റ് ചെയ്യുക, അത് വളരെ ദൈവം നൽകിയിരിക്കുന്ന വലിയ ഒരു ദാനമാണ്, ഒരു വരമാണ്. ഇതൊക്കെ പലർക്കും കിട്ടാത്തത് ദൈവം പലർക്കും കൊടുക്കുമ്പോൾ നമ്മൾ അസൂയപ്പെടുകയല്ല, പകരം ഇത് നൽകിയ ദൈവത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. അനേക കോൺഫറൻസുകളിൽ വളരെ വിലപ്പെട്ട ദൈവദാസന്മാരോടൊപ്പം ട്രാൻസ്ലേഷൻ ചെയ്യുവാൻ അദ്ദേഹത്തെ ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അനേക സഭകളും അദ്ദേഹം അത് തുറന്നു പറഞ്ഞില്ലെങ്കിലും അനേക സഭകളുടെ ഒരു മുകൾ സ്ഥാനത്തിരിക്കുന്ന അദ്ദേഹം ഇതൊക്കെയും ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി തന്നാലാവോളം അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നു. ഒന്നിനും പരിഭവമില്ലാത്ത, എല്ലാം ക്ഷമയോടെ സഹിക്കുന്ന ആ ദൈവദാസനെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുകയാണ്. ആ ദൈവദാസൻ നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. നമ്മൾക്കെല്ലാവർക്കും കൈകളെ അടിച്ച് അദ്ദേഹത്തെ സ്വീകരിക്കാം. റവറൻഡ് ജോർജ് പി ചാക്കോ. ഒരു കാര്യം കൂടി വ്യക്തമാക്കട്ടെ, അദ്ദേഹം അനേക പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ആ പാട്ടുകളൊക്കെയും കേൾക്കുവാനും അനുഭവിപ്പാനും ദൈവത്തെ സ്തുതിക്കുവാനും നമുക്കിടവരട്ടെ. അടുത്തതായി എനിക്ക് സ്വാഗതം ചെയ്യുവാനുള്ളത് ഇന്ത്യൻ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ UK ചെയർമാനും ഏഷ്യ മിഷൻ്റെ ചെയർമാനുമായി പ്രവർത്തിക്കുന്ന റവറൻഡ് ബിനോയ് എബ്രഹാമിനെയാണ്. നമുക്കൊക്കെയും പരിചയമുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യണ്ട എന്ന് വിചാരിക്കരുത്. ഇത്രത്തോളം ഓരോ വർഷവും തൻ്റെ കഠിനാധ്വാനം, തൻ്റെ സമർപ്പണം നാമൊക്കെയും കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇന്ന് രാത്രി അദ്ദേഹത്തെപ്പറ്റി പറയുവാൻ വ്യക്തിപരമായി നമുക്കെല്ലാവർക്കുമുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് പരിചയപ്പെടുന്നതിനും ഒക്കെ നമുക്ക് ഇടയാകട്ടെ. സമയത്തിൻ്റെ ചുരുക്കം മൂലം കൂടുതലായി ഞാൻ ആ കാര്യങ്ങൾ പറയുന്നില്ല. ഇന്ന് രാത്രികാലം ആ ദൈവദാസനെ നമുക്ക് ഒന്നിച്ച് സ്വാഗതം ചെയ്യാം. റവറൻഡ് ബിനോയ് എബ്രഹാം. ഇന്ത്യൻ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ UK പാസ്റ്റേഴ്സായി കടന്നു വന്നിട്ടുള്ള എല്ലാ ദൈവദാസന്മാരെയും അവിടെയുള്ള സഭകൾ അവരെ കുടുംബമായി ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മധ്യത്തിൽ പാസ്റ്റർ ബാബു സക്കറിയ അവറുകൾ കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നേരത്തെ മലയാളി പെന്തക്കോസ്റ്റൽ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായി സേവനമനുഷ്ഠിക്കുകയും അനേക വർഷങ്ങൾ കേരളത്തിൽ വിദേശ രാജ്യങ്ങളിലും ദൈവിക ശുശ്രൂഷയിൽ വളരെയധികം പ്രശോഭിക്കുകയും ചെയ്ത ദൈവത്തിൻ്റെ ദാസൻ ഇപ്പോൾ ഗ്ലാസ്കോ IPC ചർച്ചിൻ്റെ സീനിയർ പാസ്റ്ററായി സേവനമനുഷ്ഠിക്കുന്നു. നമ്മൾക്ക് പലർക്കും അറിയാവുന്നതാണ്. അനുഗ്രഹിക്കപ്പെട്ട ആ ദൈവദാസനെയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് ഇന്ന് രാത്രികാലം ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കൊന്നിച്ച് കരങ്ങളടിച്ച് ആ ദൈവദാസനെ നമുക്ക് ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുള്ള, ഈ കോൺഫറൻസിലേക്ക് കടന്നു വന്നിട്ടുള്ള നിങ്ങളെല്ലാവരെയും ഇന്ത്യൻ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ UK വിഭാഗത്തിൽ നിന്നും ഞങ്ങളെല്ലാവരും ഒന്നിച്ച് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മധ്യത്തിൽ നമ്മൾ ക്ഷണിച്ചില്ലെങ്കിലും ആരും വിളിച്ചില്ലെങ്കിലും നമ്മുടെ മധ്യത്തിൽ കടന്നു വരുമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ്
ഇന്ന് രാത്രി വാഗ്ദത്തം പോലെ നമ്മുടെ മധ്യത്തിലുണ്ട്. ആ ദൈവത്തെ നമ്മൾ ആരും ക്ഷണിച്ചു വരുത്തിയതല്ല. തൻ്റെ വാഗ്ദത്ത നിവൃത്തി എന്നോണം അദ്ദേഹം വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കാം. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തുടർന്നുള്ള 3 ദിവസങ്ങൾ അനുഗ്രഹത്തിനും ഒന്നിച്ചുള്ള കൂട്ടായ്മയ്ക്കും ദൈവം ഇടവരുത്തട്ടെ എന്ന് ദൈവസന്നിധിയിൽ ആശംസിക്കുന്നു. തുടർന്ന് അടുത്തതായിട്ട് ഈ മീറ്റിംഗ് ഇനാഗുറേറ്റ് ചെയ്യുന്നതിനായി ഇന്ത്യൻ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ചെയർമാനായി സേവനമനുഷ്ഠിക്കുന്ന റവറൻഡ് ബിനോയ് എബ്രഹാം ഇപ്പോൾ ഈ കോൺഫറൻസ് ഔദ്യോഗികമായി ദൈവനാമ മഹത്വത്തിനായി ഇനാഗുറേറ്റ് ചെയ്യുന്നതിനായി അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. സന്തോഷം. ഇന്ന് രാത്രിയിൽ നമ്മൾ ഒന്നിച്ച് നമ്മുടെ 6ാമത്തെ കോൺഫറൻസിൻ്റെ പ്രതിമ രാത്രിയിൽ വന്നിരിക്കുകയാണ്. സമയം വളരെ പെട്ടെന്ന് പോകുന്നതിനാൽ എല്ലാ കാര്യങ്ങളും വളരെ ചുരുക്കി ഇനി ഉള്ള മറ്റ് ക്രമീകരണങ്ങളിലേക്കും മഞ്ഞും മഴയും ഒക്കെ സഹിച്ച് ഇവിടെ വന്നത് ദൈവവചനം കേൾക്കാനാണ്. ആ ബന്ധത്തിൽ ആരാധിക്കുവാനും ദൈവവചനം കേൾക്കുവാനും വന്ന നിലയിൽ മറ്റ് പാഴ്വാക്കൊന്നും ഉപയോഗിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അതിൽ വളരെ ശ്രദ്ധിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ഇനാഗ്രേഷനുമായിട്ട് വാക്കുകളൊന്നും തന്നെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാലും അതിൻ്റെ ഭാഗമായി ഫസ്റ്റ് ഇനാഗ്രേഷൻ സ്പീച്ച് എന്ന നിലയിൽ ഞാൻ ചെയ്യുന്നില്ലെങ്കിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വന്നിരിക്കുന്ന പാസ്റ്റർ ബാബു സക്കറിയ നമ്മളെ അഭിസംബോധന ചെയ്യും 10 മിനിറ്റ്. തുടർന്ന് ദൈവജന ശുശ്രൂഷയ്ക്കായിട്ട് നമ്മൾ സമയങ്ങൾ ചെലവഴിക്കുമല്ലോ, എല്ലാം തക്കതായിട്ട് തീരും. 30 മിനിറ്റ് ലേറ്റായിട്ട് പോകുന്നത് പോലെ 9 മണിയാകുമ്പോൾ നമ്മുടെ സർവീസ് ഈ രാത്രി അവസാനിക്കും. നമുക്കൊരു നിമിഷം കാലാവസ്ഥ വളരെ ക്രമീകൃതമാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ശക്തമായിട്ട് പ്രാർത്ഥിച്ചാൽ ഇന്ന് രാത്രിയിൽ ഇനാഗ്രേറ്റ് ചെയ്യുവാൻ നമ്മുടെ കർത്താവ് വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരെയും ക്ഷണിച്ചു, ദൈവദാസന്മാരെ ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസന്മാർ പാസ്റ്റർ ജോർജ് ബി ചാക്കോ, പാസ്റ്റർ എൻ പീറ്റർ, പാസ്റ്റർ ബാബു സക്കറിയ, പാസ്റ്റർ ജോർജ് മാത്യു, പാസ്റ്റർ ജോൺ മാത്യു, നമ്മുടെ മറ്റുള്ള ദൈവദാസന്മാർ എല്ലാവരും ഒന്നിച്ച്, ഇവിടെയുള്ള ദൈവദാസന്മാർ, ദൈവജനം, നമ്മളെല്ലാവരും ഒന്നിച്ച് ഇന്ന് രാത്രി പലരെയും സ്വാഗതം ചെയ്യുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ദൈവം ഇന്ന് രാത്രിയോടെ വന്നിട്ടുണ്ട്. പക്ഷെ അസാധ്യങ്ങളെ സാധ്യമാക്കും ദൈവം. ഏലിയാവിനോട് യഹോവയെ ദൈവം കൽപ്പിച്ചു, ഇനി നീ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യില്ല. ഈ ദേശത്ത് ദൈവത്തിന്റെ ആത്മാവ് ദൈവജന നടുവിൽ ഇറങ്ങി പ്രവർത്തിപ്പാനായിട്ട് ദൈവത്തിന്റെ ശക്തി ഈ ആലയത്തിൽ ഇറങ്ങി വരുവാൻ, ഈ കോമ്പൗണ്ടിൽ ഇറങ്ങി വരുവാൻ, ഈ ഓഡിറ്റോറിയത്തിൽ ഇറങ്ങി വരുവാൻ, ഈ പ്രദേശങ്ങളിൽ ഇറങ്ങി വരുവാൻ, ഈ മോട്ടോർ വേകളിൽ ഇറങ്ങി വരുവാൻ, ഈ ട്രാക്കുകളിൽ, റോഡ് സൈഡിൽ മേൽ ഭവനങ്ങൾ ഇരിക്കുവാൻ ആർക്കും പ്രേരണ കൂടാതെ അവർ പുറത്തേക്ക് വരുവാൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ കർത്താവ് ഇങ്ങനെ ശിഷ്യന്മാരുടെ ചെന്ന് പറഞ്ഞു, യേശു അടുത്തു ചെന്ന് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ദൈവജനം എല്ലാവരും കരമുയർത്തി പറയാം, സകല അധികാരവും ശക്തമുയർത്തി പറയാം, സകല അധികാരവും യേശുവിന്റെ നാമത്തിൽ കാലാവസ്ഥയ്ക്ക് മേല്, മഞ്ഞിന്റെ മേല്, മഴയുടെ മേല്, വാഹനത്തിന് മേല്, ഡ്രൈവിംഗിന്റെ മേല്, രോഗത്തിന് മേല്, ഭൂതങ്ങളുടെ മേല്, വിഷയങ്ങളുടെ മേല്, ഈ കോൺഫറൻസ് മുഴുവനായി ഈ 3 ദിവസക്കാലം പരിശുദ്ധാത്മ പ്രവൃത്തി ശക്തമായി നടക്കപ്പെടുവാൻ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, വർഷിപ്പ് ടീമിനെ അനോയിന്റ് ചെയ്യുവാൻ, ദൈവദാസന്മാരെ അഭിഷേകം ചെയ്യുവാൻ, പുതിയ സാക്ഷ്യവുമായി പുതിയ ആഹ്വാനമായി ജനം മുന്നോട്ട് വരുവാൻ അന്യഭാഷയിൽ പ്രാപിച്ച ദൈവമക്കൾ ഒരു നിമിഷം ദൈവാത്മാവിൽ സംസാരിച്ചാട്ടെ. ഈ കോൺഫറൻസിന്റെ തീം സോങ് ഇവിടെ പാടിക്കൊണ്ട് ഈ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. വർഷിപ്പ് ടീം അംഗങ്ങള് അത് പാടുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ആത്മാവിൽ പ്രാർത്ഥിച്ച് സഹായിച്ചു കൊണ്ടിരിക്കാം. കരങ്ങളടിച്ചാൽ എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ, ഞാനവൻ കൈകളിൽ സുരക്ഷിതനാ, യേശുമതിയായവൻ. എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ,
ശാന്തമായുറങ്ങുവാൻ കൃപ തരും യേശു മതിയായവൻ. ആരോഗ്യമുള്ള ശരീരം തരും രോഗങ്ങളെ ദൈവം നീക്കി തരും. ശാന്തമായുറങ്ങുവാൻ കൃപ തരും യേശു മതിയായവൻ. യേശു മതി, സ്നേഹം മതി, ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ. ഞാനവൻ കൈകളിൽ സുരക്ഷിതനാം യേശു മതിയായവൻ. എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ. ഞാനവൻ കൈകളിൽ സുരക്ഷിതനാം യേശു മതിയായവൻ. യേശു മതി, സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. കാക്കയെ അയച്ചാഹാരം തരും, ആവശ്യമെല്ലാം നടത്തി തരും. നഷ്ടങ്ങളെ ലാഭമാക്കി തരും യേശു മതിയായവൻ. കാക്കയെ അയച്ചാഹാരം തരും, ആവശ്യമെല്ലാം നടത്തി തരും. നഷ്ടങ്ങളെ ലാഭമാക്കി തരും യേശു മതിയായവൻ. യേശു മതി, സ്നേഹം മതി, ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. ഉറപ്പോടെ യേശു മതി, സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. തൂലിക ലൈവ് ചാനലിലൂടെ ലോകമെമ്പാടും ഗൾഫ്, അമേരിക്ക, ഇന്ത്യ, UK, യൂറോപ്യൻ രാജ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാംക്ഷികൾക്കും പ്രത്യേക സ്നേഹവന്ദനങ്ങളും ക്രിസ്തുവിൽ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടും ഈ കോൺഫറൻസിൽ, ഈ 6ാമത് നാഷണൽ കോൺഫറൻസിൽ, ഈ വെന്യുവിൽ ഇന്ന് വൈകിട്ട് പ്രഥമ സമ്മേളനത്തിൽ വന്ന് പങ്കെടുത്തിരിക്കുന്ന ദൈവജനത്തിനും പ്രത്യേക IAG UK ഫെലോഷിപ്പിൽ ശുശ്രൂഷകന്മാരായി ബ്രിട്ടീഷ് അസംബ്ലീസ് ഓഫ് ഗോഡിലൂടെ ശുശ്രൂഷകന്മാരായി പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ വേലക്കാരന്മാരുടെയും ശുശ്രൂഷകന്മാരുടെയും ദൈവജനത്തിൻ്റെയും ഇന്ന് സന്തോഷപൂർവ്വം ഇവിടെ പങ്കെടുത്തിരിക്കുന്ന എല്ലാ ദൈവമക്കളുടെയും ഒന്നിച്ചുള്ള പ്രാർത്ഥനയോടും സന്തോഷത്തോടും കൂടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ 6ാമത് നാഷണൽ കോൺഫറൻസ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്ന കർത്താവ് നമ്മ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്ലീസ് ബി സീറ്റഡ്. ഈ സമയത്ത് ഗ്രീറ്റിംഗ്സും അതോടുകൂടെ 10 മിനിറ്റ് സമയം നമ്മളോട് സംസാരിക്കാനായിട്ട് മലയാളി പെന്തക്കോസ് സമൂഹത്തിന് മുൻ പ്രസിഡന്റായിരുന്ന പാസ്റ്റർ ബാബു സക്കറിയ ഇപ്പോൾ ഗ്ലാസ്കോ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. കർത്താവിന്റെ ദാസനെ ക്ഷണിച്ചോളൂ. വളരെ മനോഹരമായ ഈ രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. IAG UK എന്ന ഈ ആത്മീയ പ്രസ്ഥാനത്തിന് ധീരമായി നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസൻ, ഞാൻ വളരെ ബഹുമാനിക്കുന്ന എൻ്റെ സുഹൃത്ത് പാസ്റ്റർ ബിനോയ്,
ഈ മഹാസമ്മേളനങ്ങളിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പ്രസംഗിക്കുവാൻ കർത്താവ് അയച്ചിരിക്കുന്ന പാസ്റ്റർ എൻ പീറ്റർ, അതുപോലെ യോഗത്തെ സംബന്ധിക്കുന്ന അമേരിക്കയിൽ വന്ന പാസ്റ്റർ ജോർജ്, മറ്റു ശ്രേഷ്ഠന്മാരെ ദൈവദാസന്മാർ, ദൈവദാസിമാർ, സഹോദരി സഹോദരന്മാർ ഏവർക്കും കർത്താവ് നിഷ്ഠിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ വൈഫും എന്നോട് കൂടെയുണ്ട്. ഇന്ന് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവൾ എന്നോട് ചോദിച്ചു, നിങ്ങളുടെ ഇന്നത്തെ റോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു 10 മിനിറ്റ് എനിക്ക് അവിടെ അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം പറഞ്ഞത് 9 മിനിറ്റിൽ കൂടരുതെന്ന്. സ്തോത്രം, ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ വളരെ പരിമിതമായിട്ട് സമയമെടുക്കുകയുള്ളൂ. ലോകത്തിലെ ഏറ്റവും വലിയ പെന്തക്കോസ്റ്റൽ മൂവ്മെൻ്റാണ് അസംബ്ലീസ് ഗോഡ്. നിങ്ങളൊരു തെരുവിലൂടെ നടന്നു പോകുന്ന 100 പേരെ മാറ്റി നിർത്തി അവരോട് ചോദിച്ചാൽ അതിൽ ഒരാളൊരു ഏജിക്കാരനുണ്ടാകുമെന്നാണ് ഒരു ലേഖനത്തിൽ ഞാൻ വായിച്ചത്. 30 മിനിറ്റിനുള്ളിൽ ലോകത്തെവിടെയൊക്കെയോ ഒരു ഏജിയുടെ ചർച്ച് ഫോമാകുന്നു. അങ്ങനെ ദൈവം എല്ലാ രീതിയിലും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ വലിയ പ്രസ്ഥാനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാളുകൾക്ക് മുമ്പ് തിരുവനന്തപുരത്തുനിന്നൊരു ദൈവദാസൻ അതിഥി പാസ്റ്ററായി ഞങ്ങളുടെ അടുത്ത് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഹൈന്ദവ മാർഗത്തിൽ നിന്ന് വന്നതാണ് പാസ്റ്റർ, ഏത് ഡിനോമിനേഷനാണെന്ന് പറഞ്ഞു. ഞാൻ ഏജിയാണ്. എന്നിട്ട് അദ്ദേഹം ഒരു കഥ പറഞ്ഞു. താൻ വിശ്വാസത്തിൽ വന്നപ്പോൾ ഒട്ടനവധി സഭ ഗ്രൂപ്പുകൾ ആ ഭാഗത്തുണ്ട്. AG ഉണ്ട്, IPC ഉണ്ട്, ഷാരോനുണ്ട്, സ്വതന്ത്രനുണ്ട്, ഹല്ലേലൂയയുണ്ട്, യേശുനാമക്കാരനുണ്ട്. എന്നാൽ ഏത് ഗ്രൂപ്പിൽ ഞാൻ പോകണം കർത്താവേ എന്ന് ചോദിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് തന്നോട് പറഞ്ഞ് ചോദിച്ചു പോലും, മോനെ രക്തത്തിന് എത്ര ഗ്രൂപ്പുണ്ട്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു AB O ഒക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, ഗ്രൂപ്പ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന അസംബ്ലീസ് കൂടി ചേർന്നേക്കാം. തമാശയായി നിങ്ങൾക്ക് തോന്നുമെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ഗ്രൂപ്പുകളാണ് നാം. AG-കാരനും IPC-കാരനും ഷാരോൻകാരനും പിന്നെ ഏത് കാരനുള്ള ഷാരോൻ ചർച്ച് ഓഫ് ഗോഡുകാരനും സ്വതന്ത്രനുമൊക്കെ ഇന്ന് രാത്രി അറിയേണ്ട ഒരു സത്യമുണ്ട്. നാം എല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ഗ്രൂപ്പാണ്. ഇന്നത്തെ തീം എന്ന് പറയുന്നത് ദൈവസ്നേഹത്തിൻ്റെ അതുല്യത എന്നുള്ളതാണ്. മറ്റൊരു സ്നേഹത്തോടും തുലനം ചെയ്യുവാൻ, തുല്യം പറയുവാൻ, ദൈവസ്നേഹത്തെ തുലനം ചെയ്യുവാൻ കഴിയുകയില്ല. എന്നോട് പാസ്റ്റർ പറഞ്ഞു 10 മിനിറ്റ് അല്ല, 10 മണിക്കൂറല്ല, ഈ ജന്മം മുഴുവൻ പറഞ്ഞാലും അതിൻ്റെ അതുല്യത തീരുകയില്ല. അത് നിത്യതയിൽ നിന്ന് നിത്യതയിലേക്ക് തുടർമാനമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ അതുല്യത അപാരമാണ്, വിശാലമാണ്, അനന്തമാണ്. നമുക്കറിയാം, ലോകത്തിൽ ഒട്ടനവധി സ്നേഹങ്ങളുണ്ട്. പുതിയ നിയമത്തിൻ്റെ മൂലഭാഷ ഗ്രീക്കിൽ സ്നേഹങ്ങൾക്കൊക്കെ വ്യത്യസ്തമായ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സ്നേഹം വിവാഹശേഷമാണ് ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ അതിനു മുമ്പും ആരംഭിക്കാം. ഒട്ടനവധി ബന്ധങ്ങൾ കുടുംബക്കോടതിയിൽ അവസാനിക്കുകയാണ്. അപ്പനും മക്കളും തമ്മിലുള്ള സ്നേഹങ്ങൾ നമുക്കറിയാം, കുഞ്ഞുങ്ങൾക്കൊക്കെ അറിയാം എത്രമാത്രം ഇൻറ്റിമസി നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കന്മാരുണ്ട്. അറിഞ്ഞുകൊണ്ടല്ല, അങ്ങനെ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയിപ്പോകുകയാണ്. ഈ സാഹചര്യം ഈ കാലഘട്ടത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. എല്ലാ സ്നേഹങ്ങളും മുതിർന്നു പോകുമ്പോൾ പൗലോസ് പറയുന്നു, ദൈവസ്നേഹം മുതിർന്നു പോകുകയില്ല. കർത്താവായ യേശുക്രിസ്തുവിനെ ബന്ധിച്ച രാത്രിയിൽ പത്രോസിനോട് യേശു പറഞ്ഞു, ഈ രാത്രിയിൽ കോഴി കൂകും മുമ്പ് 3 വട്ടം നീ എന്നെ തള്ളിപ്പറയും. അതുപോലെ തന്നെ പത്രോസ് തള്ളിപ്പറഞ്ഞു. 3 വട്ടമല്ല, 300 വട്ടം തള്ളിപ്പറഞ്ഞാലും നമ്മെ തള്ളിപ്പറയാത്തതാണ് ദൈവസ്നേഹം. സ്തോത്രം. അർഹതപ്പെട്ട ഒരു അംഗീകാരം കൊടുക്കുവാൻ വിട്ടുപോയാൽ, ഒരു പൊതുവേദിയിൽ ഒന്ന് മാനിച്ചില്ലെങ്കിൽ, ഒരു ഷെയ്ക്കാൻഡ് കൊടുക്കാൻ മറന്നുപോയാൽ, സഭ പിളർത്തി സഭ വിട്ടുപോകുന്ന പെന്തക്കോസ്ത് പാരമ്പര്യമാണ് നമുക്കൊക്കെ ഉള്ളത്. എല്ലാവർക്കുമില്ല. എന്നാൽ ഈ കർത്താവിൻ്റെ സ്നേഹം നമുക്കറിയാം. രാജാധികാരത്തിൻ്റെ കിരീടം വെക്കേണ്ട അവൻ്റെ തലയിൽ വിഷമുള്ളുകൾ കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ മുൾക്കിരീടം അടിച്ചിറക്കിയപ്പോഴും ആ സ്നേഹത്തിന് കുറവ് വന്നില്ല.
യേശു കർത്താവിൻ്റെ താടി രോമങ്ങൾ റോമൻ ചെമ്പു നാണയങ്ങൾ ചേർത്ത് പിടിച്ച് പിഴുതെടുത്തപ്പോഴും ആ സ്നേഹത്തിന് കുറവ് വന്നില്ല. ആരാധ്യനായവൻ്റെ മുമ്പിൽ മുട്ടുമടക്കി അവൻ്റെ മുഖത്ത് തുപ്പി അവനെ അപമാനിച്ചപ്പോഴും ആ സ്നേഹം നഷ്ടപ്പെട്ടു പോയില്ല. അധികാരത്തിൻ്റെ കോൽ പിടിക്കേണ്ട തിരുക്കരങ്ങളിൽ അപമാനത്തിൻ്റെ കോൽ കൊടുത്തുകൊണ്ട് അവരവനെ അപമാനിപ്പിച്ചപ്പോഴും ആ സ്നേഹത്തിന് കുറവ് വന്നില്ല. ബൈബിൾ പറയുന്നു, അമ്മ മറന്നാലും മറക്കാത്ത സ്നേഹം. ഇന്ന് രാത്രി ആ സ്നേഹത്തിൻ്റെ അതുല്യതയുടെ ആഴങ്ങളിലേക്ക് കർത്താവിൻ്റെ ദാസൻ നടന്നു കയറുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ വ്യക്തിപരമായ ആശംസ, ഞാൻ പ്രതിനിധിക സഭയുടെ ആശംസ, IPC UK ആൻഡ് അയർലൻഡ് റീജിയൻ്റെ വൈസ് പ്രസിഡന്റ് ആ പ്രസ്ഥാനത്തിൻ്റെ ആശംസ, MBAയുടെ ട്രസ്റ്റി എന്നതിൽ അതിൻ്റെ ആശംസ, എല്ലാ ആശംസകളും ഈ കോൺഫറൻസ് നേർന്നുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. താങ്ക് യു പാസ്റ്റർ ബാബു സക്രിയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം വളരെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഏൽപ്പിച്ച സമയത്തിനുള്ളിൽ കർത്തവ്യത്തോടുകൂടെ ആ ശുശ്രൂഷ നിർവഹിച്ചു. അതിനാൽ തന്നെയാണ് ആ ദേവദാസനെ പ്രത്യേകമായി കോൺഫറൻസിൽ ഇങ്ങനെ ഒരു അവസരം എനിക്ക് കൊടുക്കാൻ മനസ്സ് പ്രേരിപ്പിച്ചു. ഞങ്ങൾക്ക് ആ സ്നേഹബന്ധം ഉണ്ട്. വളരെ സന്തോഷം. പാസ്റ്റർ ഇങ്ങനെ ഒരു അവസരത്തിനായി ക്ഷണിച്ചപ്പോൾ വളരെ ദൂരം സ്കോട്ട്ലൻഡിൽ നിന്ന് 6-7 മണിക്കൂറോളം കാർ ഡ്രൈവ് ചെയ്ത് മഞ്ഞിൻ്റെയൊക്കെ ഇടയിൽ ഇവിടെ 12 മണി ആയപ്പോൾ ഉച്ചയാകുമ്പോൾ എത്തിച്ചേർന്നു. വളരെ സന്തോഷം. ഒരിക്കൽ കൂടി എല്ലാവരും തൻ്റെ ദാസനെ കരമടിച്ച് ഒന്ന് പ്രോത്സാഹിപ്പിച്ചാണ് ദൈവനോട്. ഓഫറിങ്ങിനായിട്ട് ഉള്ള സമയം വേർതിരിക്കുകയാണ്. ഈ സമയത്ത് പാട്ടുപാടുവാനായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന സിസ്റ്റർ ആൻ ആൻഡ് അവരുടെ സിസ്റ്റേഴ്സാണ്. അവർ മുൻപോട്ട് വന്ന് ഓഫറിങ് പാട്ടിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യും. അഷേഴ്സ് പ്ലീസ് ബ്രദർ രാജു, നേരത്തെ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ടീം അഷേഴ്സിന് വേണ്ടി അതിനുവേണ്ടി ക്രമീകരണങ്ങൾ ചെയ്യും. നമുക്കൊരു നിമിഷം എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഓഫറിങ്ങിനായിട്ട് നമ്മുടെ സമയത്ത് വേർതിരിക്കാം. ഈ സമയത്ത് നിങ്ങൾക്കറിയാം, പ്രത്യേകമായി പണത്തിൻ്റെ കാര്യമൊന്നും ഞങ്ങൾ കോൺഫറൻസിൽ പറയാറില്ല. സാധാരണ കോൺഫറൻസുകളിൽ നിങ്ങൾ ഓഫറിങ് എടുക്കുമെന്ന് പറയുമ്പോൾ ചിന്തിക്കാറുണ്ട്, പണത്തെക്കുറിച്ച് പാസ്റ്റർ പറയാൻ പോവുകയാണെന്നുള്ള കാര്യം. പണത്തെക്കുറിച്ച് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൽ ഇന്ന് പകൽ ഇവിടെ വന്നതിന് ശേഷം ദൈവത്തിന് വേണ്ടി കൊടുക്കണമെന്ന് തോന്നിയ കാര്യവുമായി തിരിച്ച് വീട്ടിൽ പോകരുത്. അത്രയും കാര്യം പറയുന്നുള്ളൂ. താല്പര്യമെങ്കിൽ ദൈവത്തിന് വേണ്ടി കൊടുക്കാം. കഴിഞ്ഞ കോൺഫറൻസ് നമ്മൾ നടത്തി. 1000 പൗണ്ട് ബാലൻസ് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കോൺഫറൻസിലുണ്ടായിരുന്നു. ഈ പ്രാവശ്യം അതിൻ്റെ അത്ര പോരാ. കാരണം നമ്മുടെ നിൽക്കുന്ന സ്ഥലം, നമ്മുടെ അറേഞ്ച്മെൻറ്റ്സ്, ആളുകളെല്ലാം വളരെ എക്സ്പെൻസീവാണ്. മറ്റൊരു രജിസ്ട്രേഷനും മറ്റൊരു കാര്യവും നമ്മളിന്ന് ക്രമീകരിക്കാറില്ല. നിങ്ങളുടെ ഹൃദയം തുറന്നുള്ള മനസ്സ് ഇവിടെ താല്പര്യമാണ്. പുറത്ത് ഒരു അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഫൈനാൻസ് കൗണ്ടറുണ്ട്. ആർക്കെങ്കിലും ചെക്ക് എഴുതി നിങ്ങൾക്ക് തരുവാനായിട്ട് താല്പര്യമാണെങ്കിൽ വിക്ടറി വർഷിപ്പ് സെൻറ്റർ എന്ന പേരിൽ എഴുതണം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. നിങ്ങൾ തരുന്ന ഓരോ പണത്തിൻ്റെയും 25% ഗവൺമെൻറ് ടാക്സ് ഫ്രീ ആയി നമുക്ക് തരുന്നതിനാൽ നിങ്ങൾക്കൊരു ഗിഫ്റ്റഡ് ഫോം ഉണ്ട് കൗണ്ടറിൽ. 1 പൗണ്ട് നിങ്ങൾ ഇടുമ്പോൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ 25 പെൻസും കൂടെ ഗവൺമെൻറ് ഓഫ് UK നമുക്ക് എച്ച് റവന്യൂ കമ്മീഷൻ നമുക്ക് നൽകും. ആകയാൽ ആ ഫോമും നിങ്ങൾ അഡ്മിനിസ്ട്രേഷൻ കൗണ്ടറിൽ ഈ വിവരങ്ങളിൽ പൂരിപ്പിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അതൊരു സഭയ്ക്കൊരു വലിയ അനുഗ്രഹമായിരിക്കും. ആകയാൽ സമയത്തിന് വേണ്ടി ക്രമീകരിക്കുന്നു. പാട്ടിപ്പോൾ പാടും. കർത്താവ് സഹായിക്കും. Here is love, vast as the ocean, love and kindness as a flood. When the Prince of Life our ransom shed for us His precious blood. Who is love? Cannot remember. Who can cease to sing His praise? He can never be forgotten. Throughout heaven's
eternal days. Grace takes my sin, calls me friend, pays my debt completely. Love rescued me, seated me with my King forevermore. On the mount of crucifixion, fountains open deep and wide. Through the flood gates of God's mercy flowed a vast and gracious tide. Grace and love like mighty rivers poured and sent from above. Heaven's peace and perfect justice kissed a guilty word in love. Grace takes my sin, calls me friend, pays my debt completely. Love rescued me, seated me with my King forevermore. Let me your love accepted, love you ever all my days. Let me see your kingdom only, and my life to be your praise. You alone shall be my glory. Nothing in the world I see. You have cleansed and satisfied me. God Himself has set me free. Grace takes my sin, calls me friend, pays my debt completely. Love rescued me, seated me with my King forever. Grace takes my sin, calls me friend, pays my debt completely. Love rescued me, seated me with my King forever. Grace takes my sin, calls me friend, pays my debt completely. Love rescued me, seated me with my King forevermore. നമ്മൾ ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. നമുക്കെല്ലാവർക്കും ഒന്ന് അല്പസമയം പ്രാർത്ഥിക്കാം. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്.
തുടർന്നുള്ള 1 മണിക്കൂർ സമയം നാം ദൈവവചന ശ്രദ്ധയ്ക്കായി നമ്മുടെ സമയത്തെ വർദ്ധിപ്പാൻ ആഗ്രഹിക്കുകയാണ്. 7:45 അടുത്ത 1 മണിക്കൂർ സമയം ദൈവത്തിൻ്റെ വചനം കേൾപ്പാനുള്ള സമയമാണ്. വചനശേഷമായിട്ട് ഒരു 5 മിനിറ്റും കൂടെ നമ്മൾ ദൈവത്തെ ആരാധിച്ച് 9 മണിയോടെ നമ്മുടെ സർവീസ് ഈ സർവീസ് ഇവിടെ അവസാനിക്കും. നമുക്കെല്ലാവർക്കും നമ്മുടെ ഹൃദയം തുറക്കുവാനുള്ള സമയമാണ്. വളരെ പ്രാർത്ഥനയോടെ ഒരു വലിയ അന്തരീക്ഷത്തോടെ ദൈവദാസനെ നമുക്ക് സ്റ്റേജിലേക്ക് ക്ഷണിപ്പാനാണ് താല്പര്യമുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് നിൽപ്പ് സമയം ദൈവത്തോട് അവിടുന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹൃദയം തുറന്ന് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ, പൗലോസ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കേണ്ടത്, ഞാൻ പ്രസംഗിക്കേണ്ടതിനായി, ഞാൻ വചന ശുശ്രൂഷിക്കേണ്ടതിനായി, എനിക്ക് പ്രാഗൽഭ്യത്തോടെ ദൈവത്തിൻ്റെ വചനം പറയേണ്ടതിനായി നിങ്ങൾ എനിക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കണം. ദൈവമേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ഓഫറിങ്ങിനായി കർത്താവിന് സ്തോത്രം ചെയ്യാം. ദൈവദാസനായി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഈ രാത്രി സെക്ഷനായി കർത്താവിന് സ്തോത്രം ചെയ്യാം. പരിശുദ്ധാത്മ നമ്മുടെ നടുവിൽ എഴുന്നള്ളുന്നതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായി, പല ഭൂഖണ്ഡങ്ങളിലായി, പല രാജ്യങ്ങളിലായി ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അവരുടെ വിഷയങ്ങൾക്ക്, അവരുടെ ഭാരങ്ങൾക്ക് ഈ കോൺഫറൻസ് അനുഗ്രഹമായി തീരുവാൻ, ഈ വചനം അങ്ങോട്ട് കടന്നു ചെല്ലുവാൻ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന ജീവിതങ്ങൾക്ക് ഒരു വലിയ അനുഗ്രഹമായി തീരുവാൻ ദൈവത്തോട് ശക്തമായിട്ട് അവിടുന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളെ കർത്താവ് കേട്ടതിനാൽ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ശ്രുതിയോടെ സ്തോത്രം ചെയ്യാം. ശ്രുതിയോടെ സ്തോത്രം ചെയ്യാം. ശ്രുതിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ അടിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യാം. Thank you, Jesus. Thank you, Jesus. Please be seated. ഈ സമയത്ത് വചന ശുശ്രൂഷയ്ക്കായി കർത്താവിൻ്റെ ദാസനെ ക്ഷണിപ്പാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും അറിയുന്ന പോലെ പാസ്റ്റർ എൻ പീറ്റർ പാറശാല അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ സീനിയർ പാസ്റ്ററും ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ ദൈവവചന ശുശ്രൂഷിക്കുന്ന കർത്താവിൽ നിയുക്തനായ ദൈവദാസനാണ്. കഴിഞ്ഞ വർഷത്തെ അസംബ്ലീസ് ഓഫ് ഗോഡ് ഫെലോഷിപ്പ് ഓഫ് അമേരിക്കയുടെ മുഖ്യ പ്രാസംഗികനായിരുന്നു കർത്താവിൻ ദാസൻ പാസ്റ്റർ എൻ പീറ്റർ. ഈ വർഷം UK-യിലെ അസംബ്ലീസ് ഓഫ് ഗോഡ് ഫെലോഷിപ്പിൻ്റെ മുഖ്യ പ്രാസംഗികനായി ക്ഷണിപ്പാൻ ദൈവം നമുക്ക് പ്രചോദനം നൽകി. സന്തോഷം. കരമടിച്ച് വെൽക്കം ചെയ്യുകയും കർത്താവിൻ ദാസനെ ക്ഷണിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. IAG UK-യുടെ 6ാമത്തെ നാഷണൽ കോൺഫറൻസിൽ കടന്നു വന്ന് പങ്കെടുത്ത് ശുശ്രൂഷിപ്പാൻ സർവശക്തനായ ദൈവം ബലഹീനനെ സഹായിച്ചതിനാൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. UK-യിൽ ഞാൻ ആദ്യമാണ് വരുന്നത്. ഇപ്രകാരം ഒരു യോഗത്തിൽ പങ്കെടുക്കുവാൻ അത് സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഈ യോഗങ്ങളിലേക്ക് എന്നെ ക്ഷണിച്ച ഈ യോഗങ്ങൾ ക്രമീകരിച്ചിരിക്കുന്ന റവറൻഡ് ബിനോയ് എബ്രഹാം, അദ്ദേഹത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ എന്നെ എയർപോർട്ടിൽ നിന്ന് ക്ഷണിച്ച് കൊണ്ടുവന്ന് പാർപ്പിച്ച അദ്ദേഹത്തിൻ്റെ അനുജൻ വിൽസൺ എബ്രഹാം കുടുംബം, അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ന്യൂയോർക്കിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന പാസ്റ്റർ മാത്യു ചാക്കോ, ജോർജ് ചാക്കോ, ഓക്കെ, അദ്ദേഹത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ അമേരിക്കയിൽ നടന്ന കോൺഫറൻസിൽ അവിടെ കാണുവാൻ, പരിചയപ്പെടുവാൻ, എൻ്റെ മലയാള പ്രസംഗത്തെ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് എനിക്ക് വളരെ സന്തോഷമായിരുന്നു. ആ ദൈവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ ഇന്ന് ആരംഭ സമയം, ചുരുക്ക സമയം കൊണ്ടൊരു വലിയ പ്രസംഗം ചെയ്ത പാസ്റ്റർ ബാബു സഖറിയ, അവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മെ ഇന്ന് ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. സ്തോത്രം. ദൈവസ്നേഹത്തിൻ്റെ അതുല്യതയെക്കുറിച്ച് വർണ്ണിക്കുവാൻ മനുഷ്യ അധരത്തിന് ഒരിക്കലും കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. എങ്കിലും അതിൻ്റെ ചെറിയ ചില ഭാഗങ്ങൾ വേദപുസ്തക വചനാടിസ്ഥാനത്തിൽ നമുക്ക് പറയുവാൻ മാത്രമേ കഴിയൂ. ആ ദൈവസ്നേഹമാണ് ഇന്ന് നാം ഒരുമിച്ച് കൂടുവാൻ ഇടയാക്കിയിരിക്കുന്നത്. ഈ പ്രതികൂലങ്ങളെ തരണം ചെയ്ത് നിങ്ങൾ വന്നിരിക്കുന്നുവെങ്കിൽ ആ ദൈവസ്നേഹമാണ്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം.
വളരെ മഞ്ഞൊക്കെ വീഴുന്നു. ഞാനും ഇങ്ങനെ ഒരു അനുഭവത്തിൽ ആദ്യമാണ് അനുഭവിക്കുന്നത്. നല്ല തണുപ്പുണ്ടായിരുന്നു, സ്തോത്രം. എന്നാലും ഇപ്പോൾ ഞാൻ വളരെ സുരക്ഷിതനായി നന്നായി നിൽക്കുകയാണ്. നിങ്ങളൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് വന്നു ചേർന്നത്. അകത്തോട്ട് വന്ന് ചേർന്ന ശേഷം എല്ലാവർക്കും നല്ല സൗകര്യമായിരിക്കും അല്ലേ? എന്തായാലും ഈ 2 ദിവസങ്ങൾ നമുക്ക് അനുഗ്രഹ നാളുകളായി തന്നെ തീരട്ടെ. വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവ് വിശേഷമായി സഹായിക്കും. പല കർത്തൃദാസന്മാരുണ്ട്, എല്ലാവരുടെയും പേരൊന്നും പറയാൻ എനിക്കറിയത്തില്ല. സ്തോത്രം. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കും. ആമേൻ. ഇന്ന് ഒരുക്ക നാളാണ്. ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു ദൈവം ഈ കോൺഫറൻസിൽ വലിയ ചില കാര്യങ്ങൾ ചെയ്യുവാൻ പോകുകയാണ്. കഴിഞ്ഞ 6 വർഷവും കാണാത്ത ചിലത് നമുക്ക് കാണുവാൻ കഴിയും. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പരിവർത്തനം ഇവിടെ നമുക്ക് അനുഭവിപ്പാൻ കഴിയും. പ്രാപിക്കുവാൻ ഒരുക്കപ്പെട്ട് കഴിഞ്ഞാൽ നിശ്ചയമായി നാം പ്രാപിക്കുക തന്നെ ചെയ്യും. ഇന്നും നാളെയും നിങ്ങൾ വിശുദ്ധീകരിപ്പിൻ നിങ്ങളെ തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാൻ എന്ന് പലപ്പോഴും മോശ ജനത്തോട് പറഞ്ഞിട്ടുണ്ട്. ദൈവം മോശയോട് പറഞ്ഞതിനാൽ പ്രൈസ് ദി ലോർഡ്. ഒരുക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം വെളിപ്പെടും. ഒരുക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. ഒരുക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതം അനുഭവിപ്പാൻ കഴിയും. ഇന്നലെകളിൽ കണ്ടതുപോലെ ഒന്നല്ല, ഇതുവരെയും കാണാത്ത ചിലതാണ് നാം കാണേണ്ടത്. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമ്മെ ഒരുക്കുവാനിടയാകട്ടെ. നാം എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. താങ്ക് യു ജീസസ്. ദൈവസ്നേഹത്തിൻ്റെ അതുല്യത, അതെ, ആ ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ ഒഴുകി വരണം. ആമേൻ. ഹല്ലേലൂയ. ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ ഒഴുകി വരാൻ നമ്മുടെ ഹൃദയങ്ങളെ ദൈവകരത്തിലേക്ക് ഏൽപ്പിക്കണം, പരിശുദ്ധപ്പെടുത്തണം. ആമേൻ. ഇന്നത്തെ ദൂത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, സ്തോത്രം, സ്നേഹത്തിൻ്റെ ഉറവിടം ദൈവമാണ്. ആ ഉറവിടത്തിൽ നിന്നും സ്നേഹം നമ്മിലേക്ക് ഒഴുകണം. ദൈവത്തിൻ്റെ സ്നേഹം നമ്മിൽ ഒഴുകിയാൽ നമ്മിൽ നിന്നും ലോകത്തിലേക്ക് ഒഴുകും. എത്ര പേർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി? ആമേൻ. സ്നേഹത്തിൻ്റെ ഉറവിടം ദൈവമാണ്. ബൈബിളിൽ പറയുന്നു ദൈവം സ്നേഹമാകുന്നു. പ്രൈസ് ദി ലോർഡ്. സ്നേഹം ദൈവമല്ല, ദൈവം സ്നേഹമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കടൽ വെള്ളമാണ്, പക്ഷെ വെള്ളമെല്ലാം കടലല്ല. ദൈവം സ്നേഹമാണ്, സ്നേഹമെല്ലാം ദൈവമല്ല. സ്നേഹത്തിൻ്റെ ഉറവിടം ദൈവമാണ്. യെസ്, ആമേൻ. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മിലേക്ക് ഒഴുകണം. അതെങ്ങനെ ഒഴുകുമെന്ന് ഞാൻ വചനാടിസ്ഥാനത്തിൽ പറയാം. ഹല്ലേലൂയ. അത് നമ്മിൽ ഒഴുകണം. ഒഴുകിക്കഴിഞ്ഞാൽ പുത്രനായ ക്രിസ്തു പിതാവിൻ്റെ ഇഷ്ടം മാത്രം ചെയ്തു, അല്ലേ? ഹല്ലേലൂയ, സ്തോത്രം. പുത്രനായ ക്രിസ്തു പിതാവിൻ്റെ ഇഷ്ടം മാത്രം ചെയ്തു. പിതാവ് പറയാത്ത ഒന്നും പുത്രൻ പറഞ്ഞില്ല. ആമേൻ. പിതാവ് അനുവദിക്കാത്ത ഒന്നും ചെയ്തില്ല. പ്രൈസ് ദി ലോർഡ്. പിതാവ് പുത്രനെ മഹത്വപ്പെടുത്തി. വേദപുസ്തക വചനം അങ്ങനെ പറയുന്നു. ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ നാമം നമ്മിലൂടെ മഹത്വപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആ ഉറവിടത്തിൽ നിന്ന് നമ്മിലേക്ക് അത് ഒഴുകി വരണം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഇന്നും നാളെയും നാം ദൈവസന്നിധിയിൽ ഒരു വാക്ക് പറയണം. കർത്താവേ, തിരുനാമ മഹത്വത്തിനായി എന്നെ പണിയണമേ. തിരുരാജ്യ വ്യാപ്തിക്കായി എന്നെ ഉപയോഗിക്കണമേ. എത്ര പേർ പറയും തിരുനാമ മഹത്വത്തിനായി എന്നെ പണിയണമേ, തിരുരാജ്യ വ്യാപ്തിക്കായി എന്നെ ഉപയോഗിക്കണമേ. താങ്ക് യു ജീസസ്. ആ 2 കരങ്ങളും ഉയർത്തിക്കൊണ്ട് പറയാം.
താങ്ക് യു ലോർഡ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അതുല്യതയെക്കുറിച്ച് വിശദീകരിക്കുവാൻ സ്തോത്രം 1 യോഹന്നാൻ 2:15 എനിക്ക് നൽകി. സ്തോത്രം. ആമേൻ. ലോകത്തിൻ്റെ സ്നേഹം ദൈവത്തോട് ശത്രുത്വമുള്ളതാണ്. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം, ഹല്ലേലൂയ, ആമേൻ, ലോകത്തെ സ്നേഹിക്കുന്നവനിൽ ദൈവത്തിൻ്റെ സ്നേഹമില്ല. ലോക സ്നേഹം വേണ്ടെന്ന് വയ്ക്കുമ്പോൾ ദൈവസ്നേഹം നമ്മിലേക്കൊഴുകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കണ്ണുകളെ അടച്ച് ആ കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പറയാം, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുനാമ മഹത്വത്തിനായി എന്നെ പണിയണമേ. തിരുരാജ്യവ്യാപ്തിക്കായി എന്നെ ഉപയോഗിക്കണമേ. ലോകത്തിൻ്റെ മോഹങ്ങൾ വേണ്ട, ലോക ഇൻപം ഒട്ടും വേണ്ട, ലോകത്തിന് സ്നേഹവും വേണ്ട. തിരുസ്നേഹം മതി എനിക്കെന്നുമെന്ന് പറയുവാൻ എത്ര പേർ തയ്യാറാകും? താങ്ക് യു ലോർഡ്. തിരുനാമ മഹത്വത്തിനായി പണിയുക എന്നെ എൻ നാഥ, തിരുരാജ്യവ്യാപ്തിക്കായി ഉപയോഗിക്കുന്ന എൻ ദേവാ. എത്ര പേർ പറയും? തിരുനാമ മഹത്വത്തിനായി പണിയുക എന്നെ എൻ നാഥ, തിരുരാജ്യവ്യാപ്തിക്കായി ഉപയോഗിക്കുന്ന എൻ ദേവാ. ഓർഗൻ വായിക്കുന്ന സഹോദരൻ ദയവായി വന്ന് സഹായിക്കുക. ഡ്രംസ് പ്ലേ ചെയ്യുന്ന ആൾ ഒരു താളം കൊടുക്കുക. നമുക്ക് ദൈവസന്നിധിയിൽ അല്പസമയം നമ്മെ ഒരുക്കേണ്ട ദിവസം പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് തൊട്ട് കഴിയുമ്പോൾ നിശ്ചയമായും പരിശുദ്ധാത്മാവിൻ്റെ കവിഞ്ഞൊഴുക്കുന്ന ഒറ്റ കാര്യം, ഒത്തിരി വചനം കേൾക്കുക എന്നതല്ല, സ്നേഹത്തിന്റെ ഉറവിടമായ ദൈവത്തിന്റെ സ്നേഹം നമ്മിലേക്കൊന്നൊന്ന് ഒഴുകണമെങ്കിൽ നമ്മുടെ ഹൃദയം അതിനു വേണ്ടി ഒരുക്കപ്പെടണം. ഇന്ന് നിങ്ങളെ ഒരുക്കി കഴിഞ്ഞാൽ ആമേൻ, ദൈവ സ്നേഹത്തിന്റെ ഉറവിടത്തിൽ നിന്നും ആ സ്നേഹം നമ്മിലേക്ക് ഒഴുകി കഴിയുമ്പോൾ നാം ദൈവത്തിന് വേണ്ടി അധികം പ്രയോജനപ്പെടും. അത് നമ്മിൽ ഒഴുകിയാൽ മാത്രമേ നമ്മിൽ നിന്ന് ലോകത്തിലേക്ക് ഒഴുകുകയുള്ളൂ. സ്തോത്രം. ഈ കോൺഫറൻസിൽ ആ ദൈവത്തിന്റെ സ്നേഹം നമ്മിൽ ഒഴുകുകയാണെങ്കിൽ നമ്മിൽ നിന്ന് ലോകത്തിലേക്ക് ഒഴുകുവാനിടയാകും. അടുത്ത 1 വർഷം ആ ദൈവ സ്നേഹ ലോകത്തിലേക്ക് നമ്മിലൂടെ ഒഴുകണം. താങ്ക് യു ജീസസ്. എല്ലാ 2 കരകൾ ഉയർത്തി, കർത്താവേ അതിനായി എന്നെ ഒരുക്കണമെന്ന് പറയൂ, അതിനായി എന്നെ ഒരുക്കണമെന്ന് പറയൂ. താങ്ക് യു ജീസസ്. തിരുനാമ മഹത്വത്തിനായി പണിയുക എന്നെ എൻ നാഥ, തിരുരാജ്യവ്യാപ്തിക്കായി ഉപയോഗിക്കുന്ന എൻ ദേവാ. എല്ലാവരും പറയൂ, തിരുനാമ മഹത്വത്തിനായി പണിയുക എന്നെ എൻ നാഥ, തിരുരാജ്യവ്യാപ്തിക്കായി ഉപയോഗിക്കുന്ന എൻ ദേവാ. ലോകത്തിൻ മോഹങ്ങൾ വേണ്ട, ലോക ഇൻപം ഒട്ടും വേണ്ട, ലോകത്തിൻ സ്നേഹവും വേണ്ട, തിരുസ്നേഹം മതി എനിക്കെന്നും. ലോക